ജീവിക്കുന്ന ഓരോ നിമിഷവും നാളത്തെ ഓർമ്മകളായി മാറുന്നു. നമ്മുടെ ചിന്തകളും പ്രവർത്തനങ്ങളും പോസിറ്റീവായിട്ടിരിക്കട്ടെ. നമ്മളിൽ ഒഴിഞ്ഞുകിടക്കുന്ന കഴിവുകളെ കത്തി ജ്വലിപ്പിച്ച് വിജയങ്ങളുടെ ചുവട്ടത്തിലേക്ക് മുന്നേറാം. അതിൽ ചിലപ്പോഴൊക്കെ പരാജയങ്ങൾ ഉണ്ടാകും. എങ്കിലും ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ, പരിശ്രമമുണ്ടെങ്കിൽ ഏത് പരാജയത്തെയും വിജയത്തിലെത്തിക്കാൻ സാധിക്കും. ഇന്ന് ദർശന ക്ലബിന്റെ സ്നേഹസംഗമത്തിൽ എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികൾക്കും ദർശനയുടെ അംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് സ്നേഹസംഗമം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ലിറ്റിൽ ബ്രദറൻ ഗ്രൂപ്പാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ഈ സ്നേഹസംഗമത്തിന് ആരംഭം കുറിക്കാം. അതിനാൽ മനീഷ കൃഷ്ണയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വെൽക്കം ടു ദ സ്ക്രീൻ. മനോഹരമായ പ്രാർത്ഥന ഗാനം ആലപിച്ച മനീഷയ്ക്ക് നന്ദി. ഹൃദ്യമായി സ്വാഗതം അർപ്പിക്കുക എന്നതാണ് അടുത്തതായിട്ട്. കുമാരി സിനി കെ സെബാസ്റ്റ്യൻ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വെൽക്കം ടു ദ സ്ക്രീൻ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 168ാം സ്നേഹസംഗമം കൊണ്ടാടുന്ന ഈ വേളയിൽ സ്വാഗതം പറയുക എന്നാണല്ലോ എന്റെ കർത്തവ്യം. ആദ്യമായിട്ട് സ്വാഗതം പറയുന്നത് നമ്മുടെ ഈ മീറ്റിംഗിൽ അധ്യക്ഷപദം അലങ്കരിച്ചിരുന്ന ദർശന ഗ്രൂപ്പിന്റെ ഡയറക്ടറായ സോളമൻ അച്ഛനാണ്. അച്ഛനെ ഏറ്റവും നിറഞ്ഞ സ്നേഹത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇന്ന് ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനത്തിനായി എത്തിയിരിക്കുന്ന പഴുതുരുത്തി ഇടവക വികാരിയായ അച്ഛനായ ഫാദർ ജിയോ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ മുഖ്യ അതിഥിയായി കടന്നിരിക്കുന്ന സിനിമാ സീരിയൽ രംഗത്ത് ഗാനരചയിതാവുമായ നമ്മുടെ ജോഷി സാറാണ്. ജോഷി സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ആശംസ അറിയുവാനെത്തിയിരിക്കുന്ന കുടുംബശ്രീയുടെ CDS ആയ ശ്രീ സുമ മാഡമാണ്. മാഡത്തിനെ ഈ പ്രോഗ്രാമിലേക്ക് ദർശന ഗ്രൂപ്പിന്റെ പേരിലും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ പ്രോഗ്രാമിൽ കടന്നു വന്നിരിക്കുന്ന വിവിധ ഗ്രൂപ്പുകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ ഗ്രൂപ്പാംഗങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ദർശന ക്ലബിന്റെ പ്രസിഡന്റായ തിരുങ്കാരി, ദർശന സമയ സൊസൈറ്റിയുടെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
ഇന്ന് നന്ദി പറയുവാൻ കടന്നു വന്നിരിക്കുന്ന ശ്രീ പ്രിയസേട്ടനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇനി ആരെങ്കിലും വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സിനി. ഗൾഫിലെ ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തുന്നതിനും റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനും വേണ്ടി ശ്രീ ജോസേട്ടൻ കൊരട്ടിയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വെൽക്കം ടു ദ സ്പീച്ച്. ഷിനിക്ക് സെബാസ്റ്റ്യൻ, ഷാജ രണ്ടുപേരുടെ ജന്മദിനമുണ്ട്. ജന്മദിനം ആഘോഷിക്കാം. 2017 ഡിസംബർ 10 ദർശന ക്ലബ്ബ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ചു. തുടർന്ന് 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19 ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു. 2024 ജനുവരി 19 ദർശന ക്ലബ്ബ് രജിസ്ട്രേഷൻ ചെയ്യപ്പെടുകയുണ്ടായി. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ മുഖ്യമായും ഭിന്നശേഷിക്കാരുടെ സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടി പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളെ ക്ഷേമപ്രദങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിക്കറ്റിന് വേണ്ടി കാഴ്ചപ്പരിമിയുടെ 3 ടീമുകൾ, പൂർണ്ണ കാഴ്ചപ്പരിമിയുടെ 2 ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു. കാഴ്ചപ്പരിമിയുടെ ശിങ്കാരിമേള ടീം, ഓർക്കസ്ട്ര ടീം, അവിടെ തന്നെ ഫ്യൂഷൻ ടീം, നാടൻ പാട്ട് എന്നിവ എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ്. കൂടാതെ കാഴ്ചപ്പരിമിക്കുള്ള ചെസ്സും ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ചപരിമിതർക്കും ചലനപരിമിതർക്കും ഉയരം കുറവുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ നീന്തൽ പരിശീലനം നൽകുകയും ജില്ലാ സംസ്ഥാന ദേശീയ മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലനപരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് സജ്ജരാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ചലനപരിമിതർക്കും പാട്ടുകൾ പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും ബുദ്ധി വളർച്ചയ്ക്കും വേണ്ട കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയിക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. തിരുഹൃദയ ഗ്രൂപ്പ് ചലനപരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയുടെ ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണ്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം നൽകുന്നവരെ സഹായിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണ്. ദർശന ലിറ്റിൽ ബ്രദർ ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ഇതിലൂടെ അവരുടെ മാനസിക ശാരീരിക പരസ്പരം പങ്കുവയ്ക്കുവാൻ കലാകായിക വിദ്യാഭ്യാസമായി വിസ്താര പതിപ്പിക്കാനും വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. മാർഗദർശിയുടെ കൂട്ടായ്മ ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശിയുടെ അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ കാഴ്ചപരിമിതരും ചലനപരിമിതരും ഉയരമുതലുമായിട്ടുള്ള 450 വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ലേജർ വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് വ്യാപന മാതാവിന്റെ കൂട്ടായ്മ. ലാലി ഒന്ന് അനങ്ങാണ്ടതന്നെ. മൈക്കോഫാണ് ജോസേട്ടൻ, മൈക്കോഫാണ്. അവർ വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് വ്യാപന മാതാവിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക ശാരീരിക ക്ഷമത പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ധൈര്യം സംഭരിക്കുന്നതിനും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്കും വിദ്യാഭ്യാസത്തിന് വേണ്ട സാമ്പത്തികമായി സഹായം നൽകുന്നതിനും ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാവുന്നു. ഏതെങ്കിലും ഗ്രൂപ്പ് മക്കളില്ലാത്ത ദമ്പതികളെ കൂട്ടായ്മയാണ്. ഈ തിരസ്കാരം നേരിടുകയും ചെയ്യുന്ന ദമ്പതികൾ ഒത്തൊരുമിച്ച് പരസ്പരം വിഷമങ്ങൾ പങ്കുവയ്ക്കുവാനും സാമൂഹിക പ്രവർത്തനത്തെ കർമ്മനിരത്താക്കാനും ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാവുന്നു. ദർശന യൂട്യൂബ് ചാനൽ 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന ക്ലബ് യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനമായി താനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 1800 സബ്സ്ക്രൈബേഴ്സിലൂടെ ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷിക്കാരുടെ കലാവാസനകൾ പ്രകടമാക്കുന്നതിനും കരുതെന്ന പ്രോഗ്രാം, ആത്മീയമായി ഉന്നതത്തിലുള്ള ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങിയ നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നടത്തി വരുന്നു. ക്രൈസ്റ്റ് കോളേജ് വെച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ട വടംവലി മത്സരവും പഞ്ചഗുസ്തി മത്സരവും നടത്തി വരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ന്യൂനതവും ക്രിയാത്മകവുമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി
സജ്ജമാക്കുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി നേടിയിരുന്നത് ദർശനം മത നേതാക്കന്മാരുടെ ഉപദേശ സമിതി പ്രവർത്തിച്ചു വരുന്നു. എല്ലാ ശനിയാഴ്ചയിലും ഉച്ചയ്ക്ക് 1:30 ഓൺലൈനിൽ സ്നേഹസംഗമം കൂട്ടായ്മ നടത്തി വരുന്നു. അതേപോലെ ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളും സമൂഹത്തിന്റെ ഉൾപ്പെടുത്തിയുള്ള പ്രശ്നങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തി വരുന്നു. സ്നേഹം നിറഞ്ഞവരെ, 24/8/2024 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ്ബ് ഡയറക്ടർ ബഹുമാൻ റവൻ ഫാദർ സോളമൻ കടപ്പാട്ട് പറമ്പിൽ CMയുടെ അധ്യക്ഷതയിൽ ചേർന്ന സ്നേഹസംഗമം നടത്തിയത് സ്നേഹസംഗമം പറ്റിയാണ്. അവതരണം കുമാരി ലിജി, പ്രാർത്ഥന ശ്രീ പീറ്റർ ശരത്, സ്വാഗതം ശ്രീ സി ജോൺ കൊരട്ടി, ഗ്രൂപ്പുകൾ പരിചയപ്പെട്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചത് ശ്രീ KG ജോസ് കൊരട്ടി. റിപ്പോർട്ട് യോഗം പാസാക്കി. തുടർന്ന് അധ്യക്ഷന്റെ വാക്കുകൾ. ഇന്ന് എത്തിച്ചേർന്ന എല്ലാ വിശ്വവിശിഷ്ട വ്യക്തികൾക്കും മറ്റെല്ലാവർക്കും സ്വാഗതം. ഈ കൂട്ടായ്മ നല്ല നിലവാരം പുലർത്തുന്നതിൽ നമുക്ക് അഭിമാനിക്കാം. എല്ലാവർക്കും നല്ല മനസ്സുണ്ട്. ദൈവം അനുഗ്രഹിച്ച് നടത്തിക്കൊണ്ടു പോകുന്നു എന്നൊരച്ഛൻ പറയുകയുണ്ടായി. ഇന്ന് ക്രിക്കറ്റ് കളി നടക്കുന്നുണ്ട്. 40 പേരാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഉദ്ഘാടനം ചെയ്തത് കനകമല തീർത്ഥാടന കേന്ദ്രത്തിലെ വികാരി റവറൻഡ് ഫാദർ അലക്സ് കല്ലേലിയച്ഛനായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ജോസേട്ടൻ വഴിയാണ് ഈ ഗ്രൂപ്പിൽ എത്തിച്ചേർന്നത്. എന്താണ് ആത്മീയത? ബന്ധങ്ങളാണ്. ദൈവസ്നേഹം, സഹോദരബന്ധം, പ്രകൃതി ബന്ധം, അങ്ങനെ പല തരത്തിലൂടെയാണ് ആത്മീയത ഉണ്ടാകുന്നത്. സോളമനച്ഛനെ അമലയിൽ വെച്ച് നേരിട്ടറിയാം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. എല്ലാവരും സ്നേഹത്തിൽ ഒന്നിപ്പിക്കുക. വെല്ലുവിളികൾ സ്നേഹത്തോടെ തരണം ചെയ്യുക. എല്ലാവർക്കും നന്മ തന്നുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. ക്ലാര ജോസഫും മനോഹരമായ ഗാനമാകും നടത്തി അഭിനന്ദനങ്ങൾ, ആശംസകൾ. മുഖ്യ അതിഥിയായി എത്തിയത് തൃശൂർ അമല മെഡിക്കൽ കോളേജിലെ ഡോക്ടർ നിവിയ ജെയിംസ് മേഡമായിരുന്നു. ഞാൻ അമലയിൽ ജോലി ചെയ്യുന്നു. നമുക്ക് വേണ്ടി നാം സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന ചെയ്യേണ്ടവ പലരും ചെയ്യുന്ന മെഡിറ്റേഷൻ, എഴുതുക, വരയ്ക്കുക, ഉറങ്ങുക, വായന എന്ന് തന്നെയായാലും നാം തന്നെ വളർത്തിയെടുക്കുക. പലരും ഡോക്ടറുടെ പല സംശയം ചോദിക്കുകയും മറുപടി തരികയും ചെയ്തു. LC പുത്രവേലിക്കര രാമകൃഷ്ണൻ ചാലക്കര ജന്മദിനം ആഘോഷിച്ചു. സുബീന്റെ അപ്പന്റെയും അമ്മയുടെയും വിവാഹവർഷം ആഘോഷിച്ചു. ഇവർ നന്ദിയും പറഞ്ഞു. യോഗാവസാനം നന്ദി പറഞ്ഞത് കുമാരി ശ്രീസാമുള്ളൂർക്കര. അവസാനം അടുത്ത ശനിയാഴ്ച വീണ്ടും കാണാമെന്ന പ്രത്യാശയിൽ യോഗം അവസാനിപ്പിച്ചു. ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. ലീഡർ പാർട്ടി ഓക്കെ, നന്ദി ജോസേട്ടാ. അടുത്തത് അധ്യക്ഷ സ്ഥാനത്തേക്കായി ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബിന്റെ ഡയറക്ടറും ദർശനയുടെ മികവുറ്റ സാരഥിയുമായ റവറൻഡ് ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMI അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. വെൽക്കം ടു ദ സ്ക്രീൻ. സ്നേഹസംഗമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ജീവച്ച മറ്റു വിശിഷ്ടാതിഥികളെ ഒരിക്കൽക്കൂടി സൊസൈറ്റിയുടെ പേരിലും നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നന്ദി പറയുന്നു. പലപ്പോഴും ഞങ്ങൾക്കറിയാം നിങ്ങളാണ് ഞങ്ങളുടെ ബലം. നിങ്ങളില്ലെങ്കിൽ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകും. അപ്പോൾ ഒറ്റപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങളുടെയൊക്കെ വലിയ സാന്നിധ്യവും സഹായ സഹകരണങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. നമ്മുടെ മുൻ പ്രസിഡന്റ് അബ്ദുൽ കലാം ഇങ്ങനെ പറയുന്നുണ്ട്, സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ നമ്മൾ സൂര്യനെ പോലെ ജ്വലിക്കണം. നമുക്കെല്ലാവരും ഒരു ആഗ്രഹമുണ്ട്, സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിച്ചേരേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. പലപ്പോഴും നമ്മളൊക്കെ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടതിന്റെ ഭാഗമായി ഭിന്നശേഷി എന്നുള്ളതിന്റെ പേരിൽ കാലില്ല, കൈയില്ല, കണ്ണില്ല, മൂക്കില്ല, ചെവിയില്ല എന്നുള്ള ഒരു കൊച്ചു അവസ്ഥകളുടെ ഭാഗമായി പലപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് എന്നൊരു ചിന്തയുണ്ട്. പക്ഷേ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിച്ചേരണം താനും. അപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുന്നത് എങ്ങനെയാണ് മുഖ്യധാരയിലേക്ക് എത്തിച്ചേരണം? സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ സൂര്യനെ പോലെ ജ്വലിക്കണം. സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തണമെങ്കിൽ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരണം. എങ്കിൽ മാത്രമേ അത് ആ മുഖ്യധാരയിലേക്ക് നമ്മളൊക്കെ എത്തിച്ചേരുകയുള്ളൂ. വരാതെ വീട്ടിൽ അകപ്പെട്ട് കെട്ടപ്പെട്ട് ചുറ്റപ്പെട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തില്ല. അത് വീടിന്റെ അകത്തളങ്ങളില് ശോഭിക്കാനേ പറ്റുള്ളൂ. പുറത്തളങ്ങളില് ശോഭിക്കണമെങ്കിൽ പുറത്ത് കിടക്കണം. ഈ അടുത്ത ദിവസങ്ങളില്
നമ്മുടെ സീമ, എറക്കുളത്തൂരുള്ള സീമ എന്നോട് ഇങ്ങനെ പറയുണ്ടായിരുന്നു, അച്ഛൻ ഞാൻ ഇന്ന് സമൂഹത്തിന്റെ അല്ലെങ്കിൽ ആ നാട്ടിലെ ഒരു പ്രസക്തി ആർജിച്ച ഒരു വ്യക്തിയായിരുന്നില്ല. 7 നാടകങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഒരു പ്രത്യേക ക്ലബിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ആ 7 നാടകത്തിലും അവളാണ് മുഖ്യ അതിഥിയായിട്ട് അവിടെ മുൻ നിരയിലിരിക്കുന്നത്. MLA-യുടെയും MP-യുടെയും മറ്റു വിശിഷ്ട വ്യക്തികളുടെയും കൂട്ടത്തിൽ അവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അത് അകത്തിരുന്നത് കൊണ്ട് ഇവരോടൊപ്പം ഇരിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അവിടേക്ക് വരരുത്. അവളായിരിക്കുന്നു മുഖ്യ വ്യക്തിയായിട്ട് മാറിയത്. ഈ അടുത്തത് 2 നമ്മുടെ ഇന്നത്തെ അവതാരിക ലീല നമ്മുടെ സെൻട്രൽ കോളേജിൽ പോയിട്ട് അടിപൊളി ഒരു പ്രസംഗം, അതായത് ഒരു മോട്ടിവേഷൻ ടോക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. ഈ മോട്ടിവേഷൻ ടോക്ക് കൊടുക്കാനായിട്ട് വിളിച്ചു. ആ വിളി കേട്ടു. ആ കേട്ട് അതനുസരിച്ച് പ്രവർത്തിച്ചു. അതിന്റെ ഫലമായിട്ടാണ് അവിടെ ഷൈൻ ചെയ്യാനായിട്ടിടയായത്. ഇനി ചിലപ്പോഴൊക്കെ ആ ഒരു ഇൻസ്പിറേഷൻ, മോട്ടിവേഷൻ ടോക്ക് അത് എന്നോട് ലീന തന്നെ പറഞ്ഞത്, അല്ലെങ്കിൽ ആ കോളേജിലെ വ്യക്തികൾ പറഞ്ഞത്, പലപ്പോഴും പല മോട്ടിവേഷൻ ടോക്ക് കൊടുക്കാനായിട്ട് ആൾക്കാർ എത്തിയിട്ടുണ്ട്. അപ്പൊ ആദ്യം എത്തുമ്പോഴും പലരും ഇറങ്ങിപ്പോകും. പക്ഷെ ഒരു ആകർഷണീയത ഉണ്ടായിരുന്നു മാഡത്തിന്റെ ടോക്ക് കേട്ടിരിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ പാട്ട് കേട്ടിരിക്കാനായിട്ട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആരും തന്നെ കോളേജിൽ എഴുന്നേറ്റ് പോയില്ല എന്ന് പറയും. പക്ഷെ നമ്മളൊക്കെ ഈ കാലിന്റെ കയ്യിന്റെ അല്ലെങ്കിൽ കണ്ണില്ല എന്നൊക്കെ പറഞ്ഞിരുന്നാലും നമ്മളൊക്കെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലാനായിട്ടുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊക്കെ മുഖ്യധാരയിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. ഇസീനെ പോലെ, നീനെ പോലെ, മറ്റുള്ള ഓരോ വ്യക്തികളെ പോലെ. ഞാൻ ഈ അടുത്ത് 2 പേരെ പറ്റി പറഞ്ഞോളൂ. ഓരോ വ്യക്തികളും അതിന് യോജിച്ച വ്യക്തികളാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എനിക്ക് സൂര്യനെ പോലെ മറ്റു തിളങ്ങണമെങ്കിൽ ജ്വലിക്കാനായിട്ട് സാധ്യതയില്ലെങ്കിൽ, മനസ്സില്ലെങ്കിൽ നമ്മളിങ്ങനെ അകത്തിരിക്കുന്ന വ്യക്തികളായിട്ടില്ല. നമുക്കൊരു നമ്മളൊരു മനസ്സുണ്ടായാൽ തീർച്ചയായിട്ടും ഇത്തരത്തിലാണ് നമ്മുടെ ഈ സംഗമം എന്നുള്ളത് ഒത്തിരി. അപ്പോ നേരെ വ്യക്തികൾ ഈ സംഗമത്തിലേക്ക് കടന്നു വന്ന് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്നു, നമുക്ക് നല്ല ആശയങ്ങൾ പങ്കുവെച്ചു തരുന്നു. നമ്മൾ അതെല്ലാം കേട്ട് നമ്മളൊന്ന് പ്രവർത്തിക്കാൻ മനസ്സുണ്ടായാൽ മതി. നിങ്ങളെല്ലാവരും ഷൈൻ ചെയ്യുന്ന വ്യക്തികളായിട്ട്, തിളങ്ങുന്ന വ്യക്തികളായിട്ട് മാറാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ജ്വലിക്കുന്ന ആ ജ്വലനം മറ്റുള്ളവർക്ക് ചൂടും സ്നേഹവും മറ്റുള്ളവർ പ്രോത്സാഹനവും ഒക്കെ ആയിട്ട് അത് വളർത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അതിനായിട്ട് നിങ്ങൾക്ക് അവിടുന്ന് സാധിക്കേണ്ട ഈ സ്നേഹസംഗമവും അതിനെ ഉപയോഗിക്കുവാനാകട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതവും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സ്നേഹസംഗമത്തിന്റെ എല്ലാവിധ ആശംസകളും ഇന്നേ ദിവസത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ആദ്യം പറഞ്ഞ പോലെ എല്ലാവരും പുറത്തോട്ട് വരാൻ ശ്രമിക്കുക. പറ്റുന്ന പോലെയൊക്കെ ശ്രമിച്ചാല് നമുക്ക് വിജയം നേടാൻ കഴിയും എന്നതാണ് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് പലരും പങ്കുവയ്ക്കുന്നത്. അപ്പൊ എല്ലാവരും അതിനായിട്ട് ശ്രമിക്കുക കേട്ടോ. താങ്ക് യു. ഏറ്റവും മികവോടെ നടന്നു വരുന്ന നമ്മുടെ സ്നേഹ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ ഏറെ സ്നേഹത്തോടെ എത്തിയിരിക്കുന്നത് സെന്റ് പയസ് ചർച്ച് പുതുരുത്തി ഇടവകയിലെ വികാരിയച്ഛനായ റവറന്റ് ഫാദർ ജിയോ ചിരിയങ്കണ്ടത്ത് അച്ഛനെ ഏറെ ബഹുമാനത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. വെൽക്കം ടു ദ സ്ക്രീൻ. മുഖ്യാതിഥിയായി എത്തിയിരിക്കുന്നത് സിനിമാ സീരിയലിലെ ഗാനരചയിതാവ് ശ്രീ ജോഫി തരകൻ. സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. വെൽക്കം ടു സ്ക്രീൻ. പറഞ്ഞോ. ഞാൻ ജോഫി തരകൻ, ചലച്ചിത്ര ഗാനരചയിതാവാണ്. അപ്പൊ ഇന്നലെ പെട്ടെന്ന് എന്റെ സുഹൃത്ത് ദിനമോൻ ആക്ട് വന്ന സുരക്ഷയാണ് എന്നെ വിളിച്ചത്. ഇങ്ങനെ സംഭവം വിളിക്കും. ഞാൻ വളരെ സന്തോഷത്തോടുകൂടി ആ ക്ഷണം സ്വീകരിച്ചു. അങ്ങനെ നിങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഈ സ്നേഹസംഗമം കൂട്ടായ്മ എല്ലാവരും കാണാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷിച്ചു. എനിക്ക് കൂടുതലായി പറയാമെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യമായി തന്നെ എല്ലാവരും വിശേഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓണാഘോഷമാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ വിശേഷം എനിക്ക് തോന്നുന്നു. എല്ലാവരും നമ്മൾ ഓണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞു പണ്ട് ആ ഓണത്തിന്റെ ചെറിയ ചെറിയ ഓർമ്മകൾ ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടാവും.
അങ്ങനെ ഒരു കുഞ്ഞു ഓർമ്മയാണ് ഓണത്തെ കുറിച്ച് ഞാൻ പത്തറിയോ ഉദ്ദേശിക്കുന്നത്. എന്റെ യഥാർത്ഥ നാട് തൃശ്ശൂർ കുന്നംകുളത്തിലെ പാറന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ കേച്ചേരി, തൂവാനൂര്, പാറന്നൂര്, അല്ലെങ്കിൽ ചെറുവല്ലൂര്, എറണാകുളൂര് എന്നൊക്കെ പറയും. അവിടെയാണ് എന്റെ തറവാട്. അപ്പോ ഈ പാറന്നൂരിൽ സ്ഥലമായിട്ട് എനിക്ക് ഒരുപാട് നല്ല ഓർമ്മ നൽകിയിട്ടുള്ള സ്ഥലമാണ്. അതിന്റെ ചെറിയൊരു എനിക്ക് പറയാനുള്ള ഒരു ചെറിയ ഓർമ്മ വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇത് പറയുമ്പോൾ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ആ നാട്ടിന്റെ ചെറുനെല്ലൂരിന്റെ പൊട്ടിയെന്നൊരു കഥാപാത്രമുണ്ട്. ഇതൊക്കെ വളരെ 14 കൊല്ലം മുമ്പുള്ള സംഭവമാണ്. ഞാൻ ഒരിക്കൽ ചെറുപ്പത്തില് അവിടെ ഒരു പോളേറ്റിന്റെ മില്ലെന്ന് പറയും. ആ മില്ലില് അരിമുളക് പൊടിപ്പിക്കാൻ പോവാറുണ്ട്. അങ്ങനെ പോയി അവിടുന്ന് തിരിച്ചു വരികയാണ്. ഒരു 2 മണി ശേഷം 2 മണി സമയത്ത് വളരെ വിജനമായിട്ടുള്ളൊരു വഴിയിലൂടെ ഇറങ്ങാൻ എന്റെ യാത്ര. അങ്ങനെ ഈ സഞ്ചിയും കാര്യങ്ങളും നടന്നു വരും. അങ്ങനെ വരുമ്പോ എപ്പോഴും ഈ പൊട്ടി അല്ലെങ്കിൽ പൊട്ടിയുടെ മകൻ ആ വീട്ടിൽ വരാറുണ്ട്. അപ്പൊ എനിക്ക് ഏറ്റവും പേടിപ്പെടുത്തുന്നൊരു ഓർമ്മകളാണ് ഈ സമയം. അങ്ങനെ ഞാൻ വരുമ്പോ ഓപ്പി ചെയ്യുമ്പോ പറഞ്ഞ് സമയത്ത് ദൂരെ ചേർന്നത് പൊട്ടിയാണ്. ആ പൊട്ടിയൊന്നും ഞാൻ പിന്നോട്ട് ഭയങ്കര പേടിച്ചു വരും. പേടിച്ച് പിന്നാലെ ചേർന്നത് പൊട്ടി പിന്നാലെ പേടിച്ചു. ഞാൻ കൂടെ പിന്നാലെ പൊട്ടിയതോ ഈ കാര്യം കഴിഞ്ഞ അവിടെ ഒരു പടിപ്പുരയാണ്. ആ പടിപ്പുരയാണ് എനിക്ക് ഒരു പൊളിക്കാൻ പറ്റിയ ഇടയ്ക്ക്. ഞാൻ അവിടെ ആ പടിപ്പുരയുടെ നോക്കുന്ന സമയത്ത് വളരെ ഈ പൊട്ടി ഭയങ്കര സ്പീഡ് ആർത്തി കൂടിയിരുന്നോ ഓടി വരും. ഈ വരുന്ന ഞാൻ പൊട്ടി കൊണ്ട് പേടി നിൽക്കാം. ഈ ഞാൻ ഇരുന്ന പടിപ്പുരയിലേക്ക് നല്ല കയറി വരുന്നു. ആ കയറി വരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ പോയി അത്രയും പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ അവർ വന്നു, എന്നെ നോക്കി ചിരിച്ചു. ആ ചിരിച്ചതിന് ശേഷം അവരെ ഈ മുടിക്കുത്തിൽ എന്നത് ഊരിയുള്ള ഒരു 5-6 കഷ്ണം ശർക്കരപ്പേരി എടുത്തു വന്നു. സത്യത്തിൽ എനിക്ക് ഒരുപാട് ഒരു പദപ്പും ആദ്യം എല്ലാം കൂടിയിട്ടുള്ള അവസ്ഥയായിരുന്നു. അങ്ങനെ ആ ശർക്കരപ്പേരിയുടെ ഒരു 5-6 കഷ്ണം എനിക്കെന്റെ കൈ കൊടുത്ത് തന്നു. ഞാൻ കൈ കുറച്ചിങ്ങനെയായിട്ട് അവരെ ആ ശർക്കരപ്പേരി എനിക്ക് തന്നു. എന്താ എന്റെ തലയിലും തലോടി കാര്യങ്ങളൊക്കെ അവരെ എന്റെ കൈ വെച്ച് ഉമ്മായി തന്നു. അവര് ഈ കുട്ടികളെ കുറെ കാലങ്ങൾ കഴിഞ്ഞൊന്നും പറയില്ല. എന്തായാലും നമ്മൾ ഈ ഓണത്തിന് ഏറ്റവും നല്ല രീതിയിൽ എല്ലാവരും നമുക്കിപ്പോ ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ വയനാട്ടിന്റെ ദുർമഞ്ഞും കാര്യങ്ങളും വന്നിട്ടുള്ള ഒരു പ്രശ്നമുണ്ടെങ്കിലും നമ്മളെല്ലാം മറക്കുക. എല്ലാം മറന്ന് ഓണത്തിൽ സന്തോഷിക്കും. അങ്ങനെ എല്ലാവർക്കും എല്ലാ ഓണാശംസകളും എല്ലാ ആരോഗ്യ ശാരീരിക സൗഖ്യം നേരും. എല്ലാവർക്കും ഓണാശംസ. താങ്ക് യു വെരി മച്ച്. നമ്മുടെ സ്നേഹസംഗമം ഉദ്ഘാടനത്തിന് ഏറെ സ്നേഹത്തോടെ എത്തിയിരിക്കുന്ന സെന്റ് പൈൽസ് ചർച്ച് കുതിരുത്തിയുടെ വകയിലെ വികാരിയച്ഛനായ റവറന്റ് ഫാദർ ജിയോ ചിരിയങ്ങാന്റെ തച്ചിനെ ഏറ്റവും ബഹുമാനത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. വെൽക്കം ടു ദ സ്ക്രീൻ. അപ്പോ ടൂർണമെന്റിനൊക്കെ വേണ്ടപ്പെട്ട ഒരു അച്ഛനാണ്. സ്വന്തം കാണാനും എഴുത്ത് കണ്ടു സംസാരിക്കാനും മറ്റു ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ അടുത്തറിയാനായിട്ട് സാധിച്ചു. പ്രത്യേകിച്ച് എന്റെ ഇടവേളയാണ് നമ്മുടെ പിയൂസ് ഉള്ളത്. പിയൂസിന്റെ വീട് വെഞ്ചിരിപ്പും വീട് പണിത് കൊടുക്കലൊക്കെ ആയിട്ട് ടൂർണമെന്റിനൊക്കെ കാണാനായിട്ട് സാധിച്ചു. അച്ഛനും നിങ്ങളെ പോലെ ഒരാളാണ്. ഇത് ഭംഗിയായിട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ വലിയൊരു പ്രചോദനമാണ് ഞങ്ങൾക്കും. കാരണം ഇത്തരം മേഖലകളിലൊക്കെ ഏറ്റവും ശ്രമത്തിലൂടെ പോയി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടി നേതൃത്വം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്, ഒരു പ്രധാനപ്പെട്ട ഒരാൾ തന്നെയാണ് പിയൂസ് ഇടവയിലെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ദർശന ക്ലബിന്റെ മെസ്സേജുകളൊക്കെ കിട്ടും, വീഡിയോസൊക്കെ കിട്ടും. സമയം കിട്ടുമ്പോഴൊക്കെ ഇരുന്ന് കാണാറുണ്ട്. അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ പോകുന്ന ഒരു പ്രവർത്തന ശൈലിയാണെന്ന് മനസ്സിലാക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം 168ാമത്തെ മീറ്റിംഗ് ആണ് ഇന്നിവിടെ നടക്കാനായിട്ട് പോവുക. ലിറ്റിൽ ബ്രദറനായിട്ടുള്ള ഗ്രൂപ്പ്. ആ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഗ്രൂപ്പാണ്. ബാക്കിയുള്ളവർക്കൊക്കെ പറ്റുന്ന പോലുള്ള എല്ലാ കാര്യങ്ങളും പറ്റിയിട്ട്, പക്ഷെ അവരൊരു സ്പെഷ്യലാണ്. ഒരുപോലെ ചിന്തിക്കുന്നു, ഒരേ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. നേരത്തെ നമ്മുടെ സാറ്
പാട്ടൊക്കെ എഴുതുന്ന സാറ് പറഞ്ഞത് കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. പുള്ളിക്കാരി ഈ അവസ്ഥയിലൂടെ കടന്നുപോയി. കുറച്ചു നാൾ മുമ്പ് പ്രത്യേകമായിട്ട് ഞാൻ കുട്ടികളുടെ കൂടെ കളിക്കാനൊക്കെ ആയിട്ടൊന്ന് പോയി കാട്ടിൽ ഇമ്മറ്റ് പോയപ്പോഴാണ് എനിക്ക് അതിന്റെ സാങ്കത്യം കുറച്ചും കൂടി ആഴത്തിൽ മനസ്സിലായിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ ഒരു വീട്ടിലാണെങ്കിൽ ആളുകളൊക്കെ വിളിക്കുന്നു, അവര് ഭക്ഷണ സാധനം കൊണ്ട് കൊടുക്കുന്നു, വെള്ളം കൊണ്ട് കൊടുക്കുന്നു, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് റിസീവ് ചെയ്യുന്ന ആൾക്ക് വലിയ സന്തോഷമുണ്ട്. ഞാന് എന്റെ പള്ളിയുടെ മുറിയിൽ ഇരുന്നിട്ട് വിളിച്ചു, ആരും വരാനില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ഗ്ലാസും കുപ്പിയൊക്കെ കൊണ്ട് വയ്ക്കും, എന്നിട്ട് വെള്ളം എടുത്ത് കുടിക്കും. വെള്ളം കുടിക്കുന്ന അമ്മേനെ വിളിക്കും സന്തോഷത്തിന്. അപ്പൊ അമ്മയുണ്ട് എന്നുള്ള വിചാരത്തില് ആളുകൾക്ക് കുടിക്കും. അങ്ങനെയൊക്കെ സന്തോഷിച്ചു. കുട്ടികൾ കുറച്ചധികം നാളായി നമ്മള് ഈ രീതിയിൽ മനസ്സും മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹത്താല് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ചു കൂടുവാനായിട്ട് സ്നേഹ കൂട്ടായ്മ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അത് വലിയൊരു കാര്യമാണ്, ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. അതിനെ ദർശന ക്ലബിന് സാധിച്ചു, അത് വലിയൊരു കാര്യമാണ്. പക്ഷെ നമ്മളിങ്ങനെ കിടന്നു പോകുമ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ വിഷമങ്ങൾ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ദേഷ്യവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും വിചാരങ്ങളൊക്കെ വരും. പക്ഷെ അതിനൊക്കെ അതിലംഘിക്കുന്ന രീതിയിൽ ഈ കൂട്ടായ്മ വളർന്നു, കൂട്ടായ്മയിലൂടെ പരസ്പരം സഹായിക്കുന്നു, മറ്റൊരു കൈത്താങ്ങാകുന്നു, അവരുടെ പ്രശ്നങ്ങൾ തീർക്കുന്നു, ആ പ്രശ്നങ്ങൾക്ക് നമുക്ക് പറയുന്ന വിധത്തിൽ മറുപടികൾ എടുക്കുന്നു, തിരിച്ചും ഇങ്ങോട്ട് ചെയ്യുമ്പോൾ അത് വലിയൊരു കൂട്ടായ്മയുടെ ഒരു ഭാഗമാണ്. നമ്മുടെ സുശേഷത്തിലൊക്കെ പറയുന്ന വലിയ 2-3 പേരും ചേർന്ന് തമ്മിലാണ് പാർട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ സമരം നടത്തി തരുന്നത്. 2-3 പേര് ഒരു കാര്യത്തിന് വേണ്ടി ഒരു മനസ്സോടെ തിരിച്ചു കഴിഞ്ഞാല് തീർച്ചയായിട്ടും വലിയ വിജയം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള എല്ലാ ആളുകൾക്കും പ്രത്യേകമായിട്ട് പ്രത്യാശയുടെ കിരണങ്ങള് എപ്പോഴും ഉണ്ടാകട്ടെ. നമ്മള് 168 ഒരു മെഗാ സീരിയല് പോലെ 1000 മേലൊക്കെ അതിന് മേലെ ഒന്നിച്ചു കൂടി സംസാരിക്കാനൊക്കെയുള്ള കൃപ സംരംഭകട്ടെ എന്നും കൂടി ആശംസിക്കുകയാണ്. നല്ല നല്ല പരിപാടികൾ സാറ് ഞാൻ ഈ ബിഗ് ബി സിനിമ കണ്ടിട്ടൊക്കെ പാട്ട് കേട്ടിട്ട് അതിന്റെ എഴുതിയ ആൾക്ക് ഒന്ന് കാണണമെന്നൊക്കെ വിചാരിക്കണം. പക്ഷെ ഇന്നാണ് സാധിച്ചിട്ടുള്ളത്. പുള്ളിക്കാരനെ കാണാനൊക്കെ ആയിരിക്കാം ഇന്ന് ഇവിടെ എത്താനൊക്കെ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന മനോഹരമാക്കിക്കൊണ്ടിരിക്കുന്ന ദർശന ക്ലബിനും അതുപോലെ ഇന്നത്തെ ദിവസത്തിന്റെ കൂട്ടായ്മയ്ക്ക് സ്നേഹ കൂട്ടായ്മയ്ക്ക് ലിറ്റിൽ ബ്രദറിന്റെ സ്നേഹ കൂട്ടായ്മയ്ക്ക് തിരിതെളിവ് കഴിഞ്ഞു. എല്ലാ ഭാവങ്ങളും എല്ലാ സ്നേഹവും എല്ലാ പ്രാർത്ഥനകളും നടന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു അച്ഛാ. കാരണം ഞങ്ങൾക്ക് ഈ വാക്കുകളൊക്കെ ഭയങ്കര പ്രചോദനം നൽകുന്ന ഓരോ വാക്കുകളാണ് ഓരോ വിശിഷ്ട വ്യക്തികൾ വന്നിട്ട് ഞങ്ങൾക്ക് തരുന്നത്. അതന്നെയാണ് ഞങ്ങളുടെ ശക്തിയും ഊർജവും ഒക്കെ. സപ്പോർട്ടും ഞങ്ങൾക്ക് ആവശ്യമാണല്ലോ. അപ്പൊ അത് തന്നതിന് അച്ഛനോട് ഞങ്ങളുടെ ദർശന ക്ലബിന്റെ പേരില് ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഞാൻ ഇത്ര നേരം അച്ഛന്റെ വാക്കുകൾ ഞങ്ങൾക്ക് ആ സമയം തന്നതിന് ഞങ്ങളുടെ ക്ലബിന്റെ വക ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. താങ്ക് യു. അടുത്തതായി ആശംസ പറയുന്നതിനായി എത്തിയിരിക്കുന്നത് കമ്മ്യൂണിറ്റി കൗൺസിലർ പെരിനാട് കുടുംബശ്രീ സീരിയസ് ശ്രീമതി പി സുമ മാഡത്തെ ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. വെൽക്കം ടു ദ സ്ക്രീൻ. ഇനി നമുക്ക് നന്ദി പറയാം. നന്ദി പറയുന്നതിനായി PRO ശ്രീ പിയൂഷ് കോട്ടപ്പുറത്തെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വെൽക്കം ടു ദ സ്ക്രീൻ. കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. എല്ലാവർക്കും നമസ്കാരം. 168ാമത് സ്നേഹസംഗമത്തിന്റെ നന്ദി പറയുന്ന അവസാന നിമിഷത്തിലാണ് നമ്മൾ ഈ സമയം എത്തിച്ചേർന്നിരിക്കുന്നത്. നന്ദി പറയുന്ന എന്റെ ആ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇന്നത്തെ സ്നേഹസംഗമത്തിലെ അധ്യക്ഷ പദവി അലങ്കരിച്ച ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറുമായ ഫാദർ സോളമൻ കടമ്പാട്ട് CMA അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. അതോടൊപ്പം അച്ഛൻ ഇന്ന് നമ്മൾക്ക് നൽകിയ മെസ്സേജ് ഉദിച്ചുയരുന്ന സൂര്യനെ പോലെ ആയിരിക്കണം. അത് അച്ഛൻ്റെ ഒരു സ്വപ്നമാണ്. ഭിന്നശേഷിക്കാരെല്ലാവരും 4 ചുമരിലുള്ളിൽ ഒറ്റപ്പെട്ട് കിടക്കാതെ സമൂഹത്തിന്റെ ഇറങ്ങി പ്രവർത്തിച്ച് മുൻനിരയിൽ എത്തിച്ചേരാനുള്ള അച്ഛൻ്റെ ആ ഒരു കാഴ്ചപ്പാടാണ് അച്ഛൻ ആ സൂര്യനിലൂടെ
നമ്മളിൽ ഇന്ന് അവതരിപ്പിച്ചത്. ആ അച്ഛന്റെ ആഗ്രഹത്തിനൊത്ത് 168ാമത്തെ സ്നേഹ സംഗമത്തിൽ എത്തിച്ചേർന്നപ്പോഴാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട് നമ്മുടെ ഇടയിൽ നിന്ന് ഓരോ സൂര്യനും ഉദിച്ചുയർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ വ്യക്തികൾക്ക് നല്ല രീതിയിൽ മോട്ടിവേഷൻ ക്ലാസ്, അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് ഗാനമേള ടീം പാലക്കാട് പോയി നല്ല നിലയിൽ അവതരിപ്പിക്കാൻ സാധിച്ചു. മറ്റു പല രംഗത്തും ദർശന എന്ന പേര് ഓരോ വ്യക്തികളോടും അവരവരുടെ മേഖലകളെ എത്തിക്കുവാൻ സാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ സാധിക്കുന്നത് നമ്മളെ ഈ സ്നേഹസംഗമം എന്ന പ്രോഗ്രാമിൽ വന്ന് തേച്ച് എന്താ പറയാ, ഈ ആലയിൽ തേച്ചു മിനിക്കിയ ആയുധം പോലെ ഓരോ സ്നേഹസംഗമം കഴിയും തോറും ഓരോ വ്യക്തികളും ഇത്തരത്തിൽ പ്രാർത്ഥന ആങ്കറിങ് എല്ലാ മേഖലകളിലും ചെയ്തുകൊണ്ടും ഇവിടുന്ന് ലഭിക്കുന്ന മോട്ടിവേഷൻ ക്ലാസ്, മറ്റു രീതിയിൽ ലഭിക്കുന്ന അറിവുകൾ, ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഓരോ വ്യക്തിയും മുന്നേറാൻ കഴിഞ്ഞു എന്നതിൽ ദർശനയോടൊപ്പം വളരെ സന്തോഷം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ സ്നേഹസംഗമത്തിൽ അച്ഛൻ പ്രതിപാദിച്ച അബ്ദുൽ കലാമിന്റെ കഥയിലൂടെ നമ്മളെ മുന്നോട്ട് നയിച്ചതിനും അതുപോലെ നല്ല വാക്കുകൾക്കും സോളമച്ചന് ഒരിക്കൽ കൂടി ഇവിടെ ചേർന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിലും സൊസൈറ്റിയുടെയും ക്ലബിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യാനായി എത്തിച്ചേർന്ന ജിയച്ചനെ കുറിച്ച് പറയുകയാണെങ്കിൽ അച്ഛന് വലിയ തിരക്കുകൾക്കിടയിലാണ് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തത്. അച്ഛന് ഞങ്ങളുടെ ഇടവകയിൽ തന്നെ 450-ലധികം കുടുംബങ്ങള്, അതുപോലെ പള്ളിയുടെ പണികള്, അങ്ങനെ ഒത്തിരി തിരക്കുകളുള്ള അച്ഛനാണ്. പക്ഷെ തിരക്കുകൾക്ക് ഇടയിൽ നിന്നും നമ്മോടൊപ്പം ഇത്രയും സമയം ചെലവഴിക്കാൻ എത്തി നല്ല വാക്കുകളിലൂടെ നമ്മോടൊപ്പം സമയം ചെലവഴിച്ച ജീവിതത്തിനെ ദർശന ക്ലബിന്റെ പേരിലും ദർശന സൊസൈറ്റിയുടെ പേരിലും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ സ്നേഹ സംഗമത്തിലെ മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്ന നമ്മൾ പലപ്പോഴും പാട്ടുകൾ കേൾക്കാറുണ്ട്. പക്ഷെ ഈ പാട്ട് എഴുതിയ വ്യക്തി ആരാണ് നമ്മൾ കാണാനോ കേൾക്കാനോ നമുക്ക് സാധിക്കാറ് പതിവില്ല. പക്ഷെ അത്തരത്തിൽ പാട്ട് എഴുതിയ ഒരു വ്യക്തി ഇന്നത്തെ സ്നേഹ സംഗമത്തിലെ നമ്മുടെ പ്രോഗ്രാമിൽ എത്തിക്കുവാൻ നമുക്ക് സാധിച്ചു. അദ്ദേഹം നല്ല രീതിയിൽ പങ്കെടുത്തു. അദ്ദേഹത്തിന്റെ നല്ല വാക്കുകൾക്കും നല്ല സിനിമയിലെ പാട്ടുകൾ എഴുതി ഒരുപാട് ജനങ്ങളെ സന്തോഷത്തിൽ ആരാധിക്കുന്ന ജോഫി തരകൽ സാറിന് ദർശന ക്ലബിന്റെ പേരിലും ദർശന സർവീസ് സൊസൈറ്റിയുടെ പേരിലും ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ വ്യക്തികളുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും നന്ദി അറിയിക്കുന്നു. അതുപോലെ ആശംസ അറിയിക്കാനായി എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ശ്രീമതി പി സുമ കമ്മ്യൂണിറ്റി കൗൺസിലർ പെരിനാട് കുടുംബശ്രീ PDS അദ്ദേഹം എത്തിച്ചേരാമെന്ന് നമ്മൾ പറയുകയും എത്താനുള്ള ഒരു ബുദ്ധിമുട്ട്, ചിലപ്പോൾ നെറ്റിന്റെ ബുദ്ധിമുട്ടൊക്കെ ആവാം, മഴയുടെ പ്രശ്നങ്ങൾ, അങ്ങനെ പലവിധ കാരണങ്ങളാണ്. ഈ ഓൺലൈൻ രംഗത്ത് മീറ്റിംഗും കുടുംബവും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ ഒരു ബുദ്ധിമുട്ടാണിത്. അപ്പൊ എന്നിരുന്നാലും നമ്മോടൊപ്പം സഹകരിക്കാമെന്ന് പറഞ്ഞ മേഡത്തിന് ഈ ഇന്നത്തെ സ്നേഹസംഗമത്തിന്റെ പേരിൽ ഒത്തിരി നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ സ്നേഹസംഗമം അറേഞ്ച് ചെയ്ത ദർശനയിലെ ബ്രദറൻ ഗ്രൂപ്പ്, അവരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പൊക്കമില്ലായ്മയാണ് എന്റെ പൊക്കം എന്ന് പറഞ്ഞ കുഞ്ഞു മാഷ് മുതലേ ഇവരെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ബൈബിളിലും ഇവരെ കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. സിക്കുമോർമത്തിലെ സഖ്യവോസ് എന്ന വ്യക്തി ഈശോയെ കാണാൻ കയറി നിൽക്കുന്നത് നമ്മുടെ ബൈബിളിൽ പ്രതിപാദിക്കുന്നുണ്ട്. കാരണം ഉയരം കുറഞ്ഞത് കൊണ്ടാണ് മരത്തിന്റെ മുകളിൽ കയറി നിന്നിട്ട് ഈശോ വരുന്നത് നോക്കുന്നത്. അപ്പോ നമ്മളെയൊക്കെ കാണാൻ അത്രയും ആഗ്രഹമാണ് ഈ ഉയരം കുറഞ്ഞ വ്യക്തികൾക്ക്. അവർ സമൂഹത്തിലേക്ക് ചെല്ലുമ്പോൾ മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവരെ കാണും, അവർക്ക് മറ്റുള്ളവരെ കാണുമ്പോഴും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും അവർ ദർശനയുടെ മീറ്റിംഗിലും അതുപോലെ അവരെ കഴിയുന്ന നല്ല രീതിയിൽ ഇന്നത്തെ ഈ സ്നേഹസംഗമം പ്രോഗ്രാം അറേഞ്ച് ചെയ്തതിന് ദർശന ലിറ്റിൽ പ്രധാന ഗ്രൂപ്പിനെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇന്നത്തെ സ്നേഹസംഗമം വളരെ മനോഹരമായി ആങ്കറിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ദർശനയുടെ മിന്നൽ താരം
കുമാരി ലീന ചെന്നാറ്റേക്ക് പ്രത്യേകം നന്ദി ഈ സമയം രേഖപ്പെടുത്തുന്നു. അതുപോലെ പരിമിതികളെ മറികടന്നുകൊണ്ട് തന്റെ ശ്രുതിമധുരമായ പ്രാർത്ഥനാ ഗീതത്തോടെ ഇന്നത്തെ ഈ സ്നേഹ സംഗമം വളരെ ധന്യമാക്കിയ കുമാരി മനീഷ കൃഷ്ണയ്ക്ക് ഈ സ്നേഹ സംഗമത്തിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ സ്നേഹ സംഗമത്തിലേക്ക് വിശിഷ്ട അതിഥികളെ സ്വാഗതം ചെയ്ത ദർശന ക്ലബിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന കുമാരി പിന്നിക്ക് സെബാസ്റ്റ്യൻ എല്ലാ വ്യക്തികളെയും അതിമനോഹരമായ രീതിയിൽ സ്വാഗതം ചെയ്യുകയും തന്നിൽ അർപ്പിക്കപ്പെട്ട സെക്രട്ടറി എന്ന സ്ഥാനം വളരെ മനോഹരമായി തന്നെ ഉപയോഗിക്കുകയും മറ്റുള്ളവർക്കും തന്നാലാവുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സിനിക്ക് ഈ സമയം ദർശനയുടെ പേരിലും സൊസൈറ്റിയുടെ പേരിലും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോ വ്യക്തികളുടെ പേരിലും പ്രത്യേകം ഈ സമയം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ദർശനയുടെ മുഖമുദ്രയായി മാറിക്കഴിഞ്ഞ ജോസഫ് വ്യക്തി റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു. അതിമനോഹരമായി റിപ്പോർട്ട് ഓരോ ആഴ്ചകളിലും കൃത്യമായി എഴുതി വളരെ സന്തോഷത്തോടെ ജോസഫ് കൃത്യം നിറവേറ്റുന്നു. ജോസഫിനെ ഈ സമയം ദർശന ക്ലബിന്റെ പേരിലും സൊസൈറ്റിയുടെ പേരിലും ഇന്നത്തെ ഈ സ്നേഹ സംഗമത്തിന്റെ പേരിലും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ സ്നേഹ സംഗമത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോ ഗ്രൂപ്പ് ലീഡർമാരെയും അതുപോലെ ഓരോ ഗ്രൂപ്പുകളിൽ എത്തിച്ചേർന്ന വ്യക്തികളെയും ഓരോ ഗ്രൂപ്പിന്റെയും ഇൻചാർജിമാരെയും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിനെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമുക്കും വളരാൻ ദർശനയോടൊപ്പം നമുക്കും കൂട്ടായി നിൽക്കാം, നമുക്കും ചേർന്ന് നിൽക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും 168ാമത് സ്നേഹ സംഗമത്തിന്റെ ഈ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. വളരെ മനോഹരമായി വളരെ വ്യക്തമായി തന്നെ എല്ലാ കാര്യങ്ങളും പീയൂസ് എല്ലാവർക്കും നന്ദി പറഞ്ഞു. അതിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു.